ഹായ് ഫ്രണ്ട്സ്, 10ാം തലം പ്രാഥമിക പരീക്ഷയിൽ കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊന്ന് നോക്കാം. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1812 കുറിച്യ ലഹള ഉണ്ടായത്. വയനാട് ജില്ലയിലെ കുറിച്യ കുബാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് 1, 3, 4 ആണ്. 1812 കുറിച്യ ലഹള ഉണ്ടായത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെയായിരുന്ന ലഹളയാണ് കുറിച്യ ലഹള. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി തെറ്റായ പ്രസ്താവന ഏത്? കലാപം നടന്നതായി 1812. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇതിൽ ആൻസർ 2, 3 ആണ്. അതായത് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത് എന്നതും കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്നതും തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. കുണ്ടറ വിളംബരം 1809, കുളച്ചിൽ യുദ്ധം 1841, ആറ്റിങ്ങൽ കലാപം 1821, കുറിച്യ കലാപം 1810. ആൻസർ ഡി ആണ്. കുറിച്യ കലാപം 1810. ഇത് തെറ്റാണ്. 1812 കുറിച്യ കലാപം. കുറിച്യ കലാപം ആരംഭിച്ച വർഷം 1812 മാർച്ചിലാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. വയനാട്ടിലാണ്. കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുമാണ്. ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തതിൻ്റെ കാരണം പഴശ്ശി കലാപത്തിൽ ഈ ഗോത്രജനത പങ്കെടുത്തതിൻ്റെ പ്രതിഷേധത്തിലാണ്. കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണ്. വയനാട്ടിൽ ഗോത്രവർഗ്ഗക്കാർ നടത്തിയിരുന്ന ഏതുതരം കൃഷിയാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് എന്ന് വെച്ചാൽ വെട്ടിച്ചുട്ട് കൃഷിയാണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട് ടി.എച്ച്. ബാബറാണ്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8 പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1 കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പരാണ്. പ്രീവിയസ് ഇയറായി ചോദിച്ചതാണ് കുറിച്യ കലാപം നടന്ന വർഷം 1812 എന്നത്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്.